നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? ദീപക്കിന്റെ കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ മീറ്റു മൂവ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിൽ മനന്നുണ്ട് ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തു, അതിന് ആ പോസ്റ്റിട്ട യുവതിയെ അറസ്റ്റ് ചെയ്തു. ഈ വിഷയങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 24 ചാനലിൽ ഒരു ചർച്ച നടക്കുകയും അതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ പ്രസക്തമായൊരു ചോദ്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണത്. അതായത് ഒരു 40 വർഷം അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ പോലും ഒരു പരാതിയുമായിട്ട് ഒരു സ്ത്രീ വന്നാൽ ഒരു പുരുഷൻ്റെ ജീവിതത്തെ തകർത്ത് കളയാൻ ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്നു. അതിനൊരു മാറ്റം വേണ്ടേ എന്നതാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്ന പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. അതായത് ആ ന്യൂസ് വരുന്നതോടുകൂടി അയാൾ എയറിൽ കയറി അയാളുടെ വീട്ടുകാരുടെ എല്ലാ ഡീറ്റെയിൽസും, അഡ്രസ്സ്, കാര്യങ്ങൾ, എന്തിന് ആധാർ കാർഡ് വരെ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വലിച്ചു കീറുന്ന, ആ ഒരു മനുഷ്യനെ വലിച്ചു കീറുന്ന ഒരു പ്രവണതയാണുള്ളത്. അതിലൊരു മാറ്റം വരണ്ടേ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ അതേപോലെ തന്നെ മറുപക്ഷത്തു നിന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. അതായത് വരാത്ത ഒരു പ്രായത്തിൽ പോലും പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ അടുത്ത ചില ബന്ധങ്ങളിൽ നിന്ന് വരെ ഉണ്ടാകുന്ന പീഡനങ്ങൾ, അത് അവരെപ്പോൾ പ്രതികരിക്കണം? അതൊരു വലിയ ചോദ്യമാണ്. അതുപോലെ തന്നെ വലുതായതിന് ശേഷമാണെങ്കിലും സ്വന്തം കാമുകനായിരിക്കാം, കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുത്തു കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന കേസുകളുണ്ടാവാം. അതും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? നമ്മളതിന് മറുപടി കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ വേണം. അതിലാദ്യത്തെ കേസിൽ കുട്ടിയായിരിക്കുമ്പോഴുള്ള കേസിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള മാതാപിതാക്കളോടാണ്. നിങ്ങൾ ലോകത്തിലുള്ള ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ അത്രത്തോളം പ്രധാനമായി തന്നെ അവരുടെ കൂടെ കുറച്ച് സമയം സ്നേഹത്തോടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കെങ്കിലൊക്കെ ചോദിക്കണം. അതുപോലെ സെക്ഷുവൽ എഡ്യൂക്കേഷൻ, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ബാഡ് ടച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കുക, അപ്പോൾ എങ്ങനെ പ്രതികരിക്കണം, ബഹളം ഉണ്ടാക്കുക, അങ്ങനെ വീട്ടിൽ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറുതായി നടന്നാൽ തന്നെ ആ കുട്ടി വീട്ടിൽ പറയും. പിന്നെ വലുതായതിനു ശേഷം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിലെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള ക്രൈമുകൾ നടക്കുന്നത്. സോ നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ആളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കാര്യവിവരം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു പുരുഷ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതിലും അവരോടുകൂടെ എങ്ങനെ, എപ്പോൾ, എവിടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിലും, അതുപോലെ തന്നെ ഏത് അളവ് വരെ അവരോട് ആ ഒരു അടുപ്പം കൊണ്ടുപോകണം എന്നുള്ളതിലും, അതായത് വിവാഹത്തിന് മുമ്പ് എന്നുള്ളതിലൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ആ കരുതലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പഠിച്ച് നിങ്ങൾ ശക്തരാവണം. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരു 2 ചവിട്ട് കൊടുക്കാനെങ്കിലും പറ്റണം. അതല്ലേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സംവിധാനവും ശക്തമാകണം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു നടപടി ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരടുത്തും പോലീസിലും ആ കാര്യങ്ങൾ അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെ എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇത് കേൾക്കുന്ന എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റും. പോലീസിന് പെട്ടെന്ന് തെളിവ് ശേഖരിക്കാൻ പറ്റും അടുത്തടുത്ത ദിവസങ്ങളിലാവുമ്പോൾ. അപ്പോൾ കൃത്യമായിട്ട് ആ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കപ്പെടാനും പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. സ്ത്രീ സുരക്ഷയ്ക്ക്, കുട്ടികളുടെ സുരക്ഷയ്ക്ക് ശക്തമായ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഫേക്ക് ന്യൂസുമായിട്ട്, അതും 10, 40, 50 വർഷം മുമ്പത്തെ കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അതുകൊണ്ട് ഒരു പുരുഷൻ്റെ ജീവിതത്തെ വലിച്ചു കീറാം എന്നുള്ള അവസ്ഥയിൽ മാറ്റങ്ങൾ വരണം. തുല്യനീതി അതിലിനി ഒരു പൊടിക്ക് താഴത്തില്ല. നന്ദി, നമസ്കാരം.